നമ്മുടെ കേരളത്തില് സഖാഫികൾക്ക് ഉസ്താദാണ് സുൽത്താനുൽ ഉലമ അല്ലെ? സഖാഫികൾ മാത്രം ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസ് നമ്മളെ മർക്കസിലുണ്ടെങ്കിൽ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സഖാഫി സംഘമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഉസ്താദ് നമ്മളെ വിളിക്കല് മക്കളെ എന്നാണ്. സഖാഫികൾ മാത്രമാണെങ്കിൽ അവിടെ മക്കളെ എന്നാ വിളിക്കുക. അത് കൽബിൽ നിന്നുള്ള, ഹൃദയത്തിൽ നിന്നുള്ള ഒരു വിളിയാണ്. പക്ഷേ ഒരുപാട് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സാധാരണക്കാരും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കുക, ഉസ്താദിന്റെ ശിഷ്യന്മാരാകുക. അത് എല്ലാവർക്കും ആഗ്രഹം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അവസരം കൊടുക്കുകയാണ്. എന്താ അവസരം? 5 ലക്ഷം ആളുകൾ ഉസ്താദിന്റെ കിതാബ് ഓതാ. ഉസ്താദിന്റെ കിതാബ് സുൽത്താനുൽ ഉലമ തയ്യാറാക്കിയ കിതാബ് 31 പാഠങ്ങൾ. ഇതാ ഈ 17-ാം തീയതി, ഈ വരുന്ന 17-ാം തീയതി ആയിരക്കണക്കിന് ഉസ്താദുമാർക്ക്, അതായത് ഓരോ മഹല്ലിലും ഉള്ള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യരുൾപ്പെടെയുള്ള ഒരു സമൂഹത്തിന് കിതാബ് ഓതിക്കൊടുക്കുന്ന മുദർരിസുമാർക്ക് സനദ് ഇജാസത്ത് കൊടുക്കുന്ന, ഓതിക്കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുക്കുന്ന സമ്മേളനം 17-ാം തീയതി നടക്കുകയാണ്. ഇവിടെ മർക്കസിന്റെ ഈ വലിയ ഓഡിറ്റോറിയത്തിൽ താഴെ അവിടെ ഉസ്താദ് ഇജാസത്ത് കൊടുക്കും. ഉസ്താദ് ഇജാസത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കിതാബ്, എല്ലാവർക്കും കിതാബുണ്ട്, ഉസ്താദ് എഴുതിയ കിതാബ്. ആ ഉസ്താദ് കിതാബ് മുദരിസുമാർക്കൊക്കെ കൊടുക്കും. ആ മുദരിസുമാർ ആ കിതാബ് ഉപയോഗപ്പെടുത്തി ഓരോ മഹല്ലിലും 50ഉം 100ഉം വരുന്ന ആളുകൾക്ക് ദർസ് നടത്തുകയാണ്. അതേപോലെ സ്ത്രീകൾക്ക്, നമ്മളെ പെൺകുട്ടികളുടെ കോളേജ് ഉണ്ടല്ലോ, പെൺകുട്ടികളുടെ കുറെ കോളേജില്ലേ, ഹാദിയ, അത് ഇത് പറഞ്ഞ കുറെ കോളേജ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ദർസ് നടത്തുകയാണ്. അവിടെയൊക്കെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അതേപോലെ പുരുഷ എല്ലാവർക്കും ദർസ് നടത്തുകയാണ്. 5 ലക്ഷം എന്നുള്ള നമ്മളെ കണക്കാ. ഇപ്പൊ വന്ന് നോക്കുമ്പോൾ 5 അല്ല, 5ന്റെ ഒക്കെ അപ്പുറം പോകും. കാരണം ഈ സ്ത്രീകൾ ഇനിയിപ്പോ അവിടെ ഉണ്ട്, അപ്പുറത്ത് ഓരോ ഒച്ചിമിളിയും കൂട്ടൽ തുടങ്ങി. ആര്? IPF-ഉം RSയും. ഇവിടെ ദർസ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കും ദർസ് പറഞ്ഞിട്ട് അവിടുന്ന് അപ്പൊ ഓൽക്കും ദർസ് നടത്താൻ പോവാ. അങ്ങനെ ലോകത്തൊട്ടാകെ ദർസ് എടുക്കാണ്. ആരെ കിതാബാ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ കിതാബ്. 30 പാഠങ്ങള് ഈ മുദർരിസ് ദർസ് എടുത്തു. 31-ാമത്തെ പാഠമുണ്ട്. ആ പാഠം വാദി ഹറമൈനിയിൽ വെച്ച് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ് ദർസ് നടത്തുക. ആർക്ക്? ഈ 5 ലക്ഷം 30 പാഠങ്ങൾ മുദർരിസിൽ നിന്ന് ഓതിയ ഉസ്താദന്മാരുണ്ടല്ലോ, കുട്ടി ശിഷ്യന്മാരുണ്ടല്ലോ, പഠിതാക്കള്. ആ പഠിതാക്കൾക്ക് മുഴുവനും സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഒരു പാഠം, അതായത് 31-ാമത്തെ പാഠം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ദർസ് നടത്തിയിട്ട് ഇന്റെ ശിഷ്യന്മാരായി അവരെ അംഗീകരിച്ച് മക്കളേന്ന് വിളിക്കുന്ന മനോഹരമായൊരു മുഹൂർത്തം ഇൻഷാ അല്ലാഹ് വാദി ഹറമൈനിയിൽ സംഭവിക്കും.